രാംലീല മൈതാനിയിൽ പുതിയ സർക്കാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതിലേക്ക് मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के समय निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष या अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी. പുതിയ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് സത്യവാചകം ചൊല്ലി അധികാരം ഏൽക്കുന്നത്. ആദ്യ തവണ ജയിച്ച MLA ആണ് ഷാലിമാർ ബാഗിൽ നിന്ന്, ഡൽഹിയിലെ ഷാലിമാർ ബാഗിൽ നിന്ന് ജയിച്ച രേഖ ഗുപ്ത. ആദ്യ മത്സരത്തിലൂടെ MLA ആകുന്നു. ആ തവണ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയാകുന്നു. ഡൽഹി പോലെ രാജ്യത്തിന്റെ മൊത്തം ശ്രദ്ധ കിട്ടുന്ന ഒരു സംസ്ഥാനം. അവിടെ ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു, തുടർ ഭരണം നിരന്തരമായി മോദി സർക്കാരിനുണ്ടാകുന്നു. പക്ഷേ ഡൽഹി പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് BJPക്ക് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. രാജ്യത്താകെ വെന്നിക്കൊടി പാറിക്കുമ്പോഴും ഡൽഹിയിൽ മൂക്കിന് താഴെ, മൂക്കിന് കീഴിൽ വെല്ലുവിളിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നു എന്ന് പറയുന്നത് അത്ര സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. സ്വാഭാവികമായുള്ള അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കുറെ കാലമായി ഡൽഹിയിൽ രാഷ്ട്രീയമായും ഭരണപരമായും BJP ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു, നടപ്പാക്കുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഒടുവിൽ അഴിമതിയുടെ പേരിൽ അധികാരത്തിലെത്തിയ കെജ്രിവാൾ ഒടുവിൽ അഴിമതി കേസുകളിൽപ്പെട്ട് അധികാരത്തിന് പുറത്തേക്ക് പോവുകയാണ്. ഡൽഹിക്ക് പുതിയ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആകുന്നു. സത്യവാചകം ചൊല്ലുകയാണ് परवेश वर्मा. मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. मैं परवेश साहिब सिंह ईश्वर की शपथ लेता हूं कि जो विषय मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के समेत निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा. जय हिंद. ഡൽഹിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പർവേഷ് ശർമ്മ ആണ് ഉപമുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇപ്പോൾ അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, എല്ലാ മന്ത്രിമാരും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒറ്റയടിക്ക് തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കുകയല്ലേ? അതെ രാജീവ്, മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. അതിനുശേഷം മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ BJP തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച കുറേ ഉറപ്പുകളുണ്ട്. നേരത്തെ വാഗ്ദാനങ്ങളായിരുന്നു, പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉറപ്പുകൾ എന്നാണ് പറയുന്നത്. ആ ഉറപ്പുകൾ അതിലേതെങ്കിലും ഒന്ന് പ്രധാനപ്പെട്ടത് ഇന്ന് തന്നെ ആ ഫയലിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും 50 വയസ്സുകാരി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുമ്പോൾ BJP കുറേയേറെ സ്വപ്നം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 26 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും അധികാരം പിടിച്ചെടുക്കുമ്പോൾ തുടർച്ചയായി കുറെ കാലം ഭരിക്കാമെന്ന സ്വപ്നമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഒരു കാൽ നൂറ്റാണ്ട് കാലം ഭരണത്തിൽ നിന്ന് മാറി നിന്നത് BJPക്ക് വലിയ ക്ഷതം ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തെ പല മേഖലകളിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് മാത്രം അധികാരം കുറേയേറെ അകലെയായി മാറി നിൽക്കുകയായിരുന്നു. ആദ്യത്തെ തവണ 2 സീറ്റുകൾ മാത്രം, രണ്ടാമത്തെ തവണ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ BJPക്ക് ലഭിച്ചത് വെറും 8 സീറ്റാണ്. അതിൽ നിന്നാണ് 48 സീറ്റിലേക്കുള്ള വളർച്ച. മാത്രവുമല്ല, ആം ആദ്മി പാർട്ടി BJPയെയും കോൺഗ്രസിനെയും തറപറ്റിച്ച് അധികാരത്തിലേറിയത്, അതിന്റെ സത്യപ്രതിജ്ഞ നടന്നത് ഇതേ രാംലീല മൈതാനിയിലാണ്. അവിടെ വെച്ച് തന്നെ വീണ്ടും ഒരു സർക്കാർ വരുമ്പോൾ, BJP സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ കുറേയേറെ ദീർഘനാളത്തെ ലക്ഷ്യം BJP കാണുന്നു. അതുകൊണ്ടാണ് പ്രായം കുറഞ്ഞ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നു. രേഖ ഗുപ്തയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ABVP-യോടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അവർ യഥാർത്ഥത്തിൽ ഡൽഹി സ്വദേശിയല്ല, ഹരിയാനയിലെ ജുലാനയിലായിരുന്നു. അവിടെ നിന്ന് അച്ഛന് SBIയിൽ ജോലി കിട്ടി ഡൽഹിയിലേക്ക് മാറിയപ്പോഴാണ് ഡൽഹിയിലേക്ക് രേഖ ഗുപ്ത വരുന്നത്. അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠനം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ABVP-യുടെ സജീവ പ്രവർത്തകയായി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ, അതായത്
യൂണിയന്റെ ചെയർപേഴ്സൺ വരെയായി. യൂണിയൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം ABVP പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തി. അത് കഴിഞ്ഞ് യുവമോർച്ച, മഹിളാ മോർച്ചയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തി, ദേശീയ വൈസ് പ്രസിഡന്റായി. മാത്രവുമല്ല സംസ്ഥാന തലത്തിൽ സജീവമായി BJPയിൽ നിന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി, ഇങ്ങനെ BJPയിലും വളർന്നു. അതേസമയം തന്നെ പാർലമെന്ററി രംഗത്തും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രേഖാ ഗുപ്തയ്ക്ക്. അവർ കൗൺസിലറായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ മേയർ സ്ഥാനത്തേക്ക് BJP ഉയർത്തിക്കാട്ടിയ പേര് രേഖാ ഗുപ്തയുടേതായിരുന്നു. പക്ഷേ വലിയ വിജയം ആം ആദ്മി പാർട്ടി നേടിയത് കൊണ്ട് തന്നെ മേയർ ആവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ പരിഗണന, മേയർ സ്ഥാനത്തേക്കുള്ളൊരു പരിഗണന BJP നൽകിയിരുന്നു. അതിനുശേഷം മത്സരിച്ചപ്പോൾ 29,000 വോട്ടിനാണ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യത്തെ തവണ MLA ആയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാക്കാനുള്ള BJPയുടെ തീരുമാനം അത് രാജ്യത്താകമാനമുള്ള പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശമാണ്. പ്രായമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ പരിഗണനയല്ല. നിങ്ങൾ എങ്ങനെ പാർട്ടിയുമായി കൂറോടെ നിൽക്കുന്നു, നിങ്ങളെങ്ങനെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് വിഷയം. പാർട്ടിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് വിഷയം. അങ്ങനെ നിങ്ങൾ ഇടപെടുമ്പോൾ പരിഗണിക്കപ്പെടും എന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നു. രണ്ടാമത്തത് ജനങ്ങൾക്കാണ്. സ്ത്രീ എന്ന പരിഗണന ആകെ കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് 20 സംസ്ഥാനങ്ങളിൽ NDA ഭരണമുണ്ട്. അതിൽ മറ്റൊരിടത്തും ഒരു സ്ത്രീ മുഖ്യമന്ത്രിയില്ല, വനിതാ മുഖ്യമന്ത്രിയില്ല. നേരത്തെ ഉണ്ടായിരുന്നത് രാജസ്ഥാനിലായിരുന്നു, വസുന്ധര രാജ സിന്ധെ. പക്ഷെ അവരെ ഇത്തവണ പരിഗണിച്ചില്ല. പകരം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് വനിതയ്ക്ക് അവിടെ നൽകിയത്. മറ്റൊരിടത്തും വനിതാ മുഖ്യമന്ത്രി ഇല്ല. എന്നാൽ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നൽകിക്കൊണ്ട് ഞങ്ങൾ വനിതകൾക്കും BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലൊന്നും വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന വിഷയമായി, ഘടകമായി മാറിയിട്ടുണ്ടാകാം.